ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമാണ്, വളരെ ടേസ്റ്റുമാണ്. ഈ ചിക്കൻ കറി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് കറിയുടെ മാതിരി അങ്ങനെ ലൂസാക്കി ഉണ്ടാക്കിയതല്ല, കുറച്ച് കുറുക്കിങ്ങാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ്. നമുക്ക് ഇത് സത്യം പറയാ ഇത് മാത്രം പറ്റിട്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ, പിന്നെ ബാക്കിയുള്ളത് പാടെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് അങ്ങ് കൂടും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചിക്കന്റെ ഈ വിഭവം എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ഒരു ഷെയർ കിട്ടും, കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പൊ അതിനായിട്ട് ഞാനിത് പ്രത്യേകം മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മസാല ഇത് പൊടിച്ചിട്ടുണ്ടാക്കുന്ന മസാലപ്പൊടിയെ ഞാൻ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിയും 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ കുറച്ച് പട്ടയും ഒരു 3-4 ഗ്രാമ്പും ഇതുപോലെ തന്നെ 3-4 ഏലക്കായും പിന്നെ കുറച്ച് കറിവേപ്പിലും പാടെ എടുത്തുങ്ങാണ്ട് അതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ പാനിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ഉള്ളിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം ഒരു പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അതിന്റെ രുചി അനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കട്ടോ. അപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ ഇളക്കിയതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ഇപ്പൊ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ വേവാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുള്ളൂ, ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കറി മാതിരിയല്ല ഞാൻ ഉണ്ടാക്കുന്നത്, കുറച്ചൊരു കുറുക്കിങ്ങാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ആ ചിക്കൻ ഒന്ന് കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പൊ അതാ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ചിക്കൻ ഹാഫ് വേവായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം അടി പിടിക്കും. നമ്മൾ കുറച്ച് വെള്ളം വെച്ചിങ്ങാണ്ടത് ഇത് കുക്കാക്കി എടുക്കുന്നത്, അപ്പം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഇത് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല, കാരണം എല്ലാം അതിൽ തന്നെ നമ്മൾ ആക്കി വെച്ച ആ മസാലയിൽ തന്നെ ഉണ്ട്. പിന്നെ വേറെ ആക്കേണ്ട ആവശ്യമില്ല. ആ ഫ്ലേവറൊക്കെ ഇതിൽ തന്നെ ഈ മസാലപ്പൊടി തന്നെ കിട്ടും. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ലാസ്റ്റ് ആയിട്ട് ആ ഫ്ലേവറിന് വേണ്ടിട്ട് കേട്ടോ, കാരണം എരിവൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഫ്ലേവറിന് വേണ്ടി കുറച്ച് അത് പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് ഇതാ തുറന്നു നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചിക്കൻ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.